അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബ്ലോക്ക് 6-ൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു അൽ ഹുർരിയ്യ എന്ന പാഠഭാഗമാണ്. മുസ്തഫ ലുത്ഫി അൽ മംഫലൂത്തിയുടെ അൻ-നളറാത്ത് എന്ന ഗ്രന്ഥത്തിലെ രസകരമായിട്ടുള്ള ഒരു പാഠം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന, മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യം. മനുഷ്യൻ മാത്രമല്ല, സർവ്വജീവികളും കൊതിക്കുന്നു സ്വാതന്ത്ര്യം. അങ്ങനെ രസകരമായിട്ടുള്ള ചില ഒരു സംഭവവികാസങ്ങളിലേക്ക് ഒരു പൂച്ചയുടെ സ്വതന്ത്ര ചിന്തകൾ ഒക്കെ വരുന്ന ഒരു പാഠഭാഗമാണ്. ഇസ്തയഖൽതു ഫജറ യൗമിൻ മിനൽ അയ്യാമി അല സൗതി ഹിർറത്തിൻ തമൂം. ഒരു ദിവസം ഒരു പൂച്ച കരയുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. അൽ മിവാ സൗത്തുൽ ഹിറ ബി ജാനിബി ഫിറാഷി വതതമസ്സഹു ബിഹി. എൻ്റെ വിരിപ്പിനരികിലുണ്ട് അത്. എൻ്റെ ബിജാനിബി ഫിറാഷി വതതമസ്സഹു ബിഹി, അത് എന്നെ ഇങ്ങനെ തലോടുന്നു. വതലഹു ഫീ ദാലിക ഇൽഹാഹൻ ഗരീബൻ ഫറാബനി അംറഹ. അതിലേക്ക് എന്തോ ഒരു വിചിത്രമായ കാര്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയം വന്നു. വഅഹമ്മനി ഹമ്മുഹ, അവളുടെ ദുഃഖം എന്നെ ദുഃഖിപ്പിച്ചു. ഫഖുൽതു ലഅല്ലഹ ജായിയ, അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, അതിന് വിശപ്പുണ്ടാക്കും. ഫനഹൽതു വഅഹ്ളർതു ലഹ തുആമൻ ഫഅഫതുഹു, ഞാൻ ഉണർന്നു, അതിന് ഭക്ഷണം കൊടുത്തു, അത് നിരസിച്ചു. വൻസറഫ്തു അൻഹു, ഭക്ഷണത്തെ തൊട്ട് അത് വിലങ്ങി, അത് തിരിഞ്ഞുപോയി. ഫഖുൽതു ലഅല്ലഹ ലംആന, അപ്പോൾ എനിക്ക് തോന്നി അതിന് ദാഹം ഉണ്ടാകും. ഫഅർശത്തുഹാ ഇലൽ മാഇ ഫലം തഹ്ഫിൽ ബിഹി, ഞാൻ വെള്ളം കൊടുത്തു, അത് പരിഗണിച്ചില്ല. വഅൻശഅതു തൻദുറു ഇലയ്യ നളറാത്തിൻ തൻതിഖു ബിഹാ തൻതമിലു അലൈഹാ നഫ്സി മിനൽ ആലാം വൽ അഹ്സാൻ. ദുഃഖങ്ങളും സങ്കടങ്ങളും അടങ്ങിയ എന്തോ അറിയിക്കുന്നത് പോലെ അവൾ സംസാരിച്ചു. ഫഅസ്റ ഫീ നഫ്സി മൻളറഹാ തഅ്സീറൻ ശദീദ, അവളുടെ നോട്ടം എന്നിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി. ഹത്താ തമന്നൈതു അൻ ലൗ കുൻതു സുലൈമാൻ അഫ്ഹമു ലുഗത്തൽ ഹയവാൻ, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഞാൻ സുലൈമാൻ നബി ആയിരുന്നെങ്കിൽ. സുലൈമാൻ നബിയുടെ പ്രത്യേകത എന്താ? സുലൈമാൻ നബിക്ക് ജീവികളുടെയൊക്കെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ പാവം ഈ പൂച്ചയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ട്, അത് മ്യാവൂ മ്യാവൂ എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്, ലൗ കുൻതു സുലൈമാന അഫ്ഹമു ലുഗത്തൽ ഹയവാൻ ലഅരിഫു ഹാജതഹ വ ഉഫർരിജു കുർബതഹ, അതിൻ്റെ ബുദ്ധിമുട്ട് നീക്കാൻ കഴിയും. വകാന ബാബുൽ ഗുർഫ മുർതജൻ, ഡോറ് അടക്കപ്പെട്ടതായിരുന്നു. വകാന ബാബുൽ ഗുർഫ, മുറിയുടെ വാതിലായിരുന്നു അടച്ചതായിരുന്നു. ഫറഅയ്തു അന്നഹ തുതീലു നളറ ഇലൈഹി, എനിക്ക് മനസ്സിലായി അടക്കപ്പെട്ട ഡോറിലേക്കാണ് അവളുടെ കണ്ണ് നീളുന്നത് എന്ന്. വതൽതസിഖു ബിഹി കുല്ലമാ റഅതനി അത്തജിഹു നഹ്വഹു, ഞാൻ ആ ഡോറിൻ്റെ നേരെ പോകുമ്പോഴൊക്കെ അത് എന്നോട് ഒട്ടി നിൽക്കുന്നു. ഫഅദ്റക്തു അറല്ലഹ വഅറഫ്തു അന്നഹ തുരീദു അൻ അഫ്തഹൽ ബാബ്, ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി, അവൾക്ക് ആ ഡോർ ഒന്ന് തുറന്നു കിട്ടണം. ഫഅസ്റഹതു ബിഫത്ഹിഹി, ഞാൻ അത് ഓപ്പൺ ചെയ്തു കൊടുത്തു. ഓപ്പൺ തുറക്കൽ കൊണ്ട് വേഗത്തിലായി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി തുറന്നു കൊടുത്തു. ഫമാ വഖഅ നളറുഹ അലൽ ഫളാ വറഅത് വജ്ഹ സമാ, വാതിലട തുടർന്നു പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ അന്തരീക്ഷം കണ്ടപ്പോൾ. വറഅത് വജ്ഹ സമാ, ആകാശത്തിൻ്റെ മുഖം കണ്ടപ്പോൾ. അസ്തസ്തഹാലത്ത് ഹാലത്തഹ മിൻ ഹുസ്നിൻ വഹമ്മിൻ ഇലാ ഖൈബത്തത്തിൻ വസുറൂർ, സങ്കടക്കടലുകൾ നീങ്ങി സന്തോഷത്തിൻ്റെ പുഴയൊഴുകി. വന്തലക്കത്ത്, വക്കത്ത് അങ്ങനെയൊന്നും വരുന്നില്ല, ഞാൻ മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ. സങ്കടം നീങ്ങി സന്തോഷം വന്നു, ഖൈബത്തത്ത് സുറൂർ എന്നൊക്കെ പറയുന്ന സന്തോഷം. വന്തലക്കത്ത് തഅദു ഫീ സബീലിഹ, അതങ്ങനെ അതിൻ്റെ വഴിയിൽ പോയി. ഫഉത്തു ഇലാ ഫിറാഷി, ഞാൻ എൻ്റെ വിരിപ്പിലേക്ക് മടങ്ങി വന്നു. വഅസ്ലംതു റഅസി ഇലാ യദി, ഞാൻ എൻ്റെ തല കയ്യിനോട് ചേർത്തു വന്നു, അഥവാ കയ്യിൽ തല വെച്ച് കിടന്നു. വഅൻശഅതു ഉഫക്കിറു ഫീ അംരി ഹാദിഹിൽ ഹിറ, ഞാൻ ഈ പൂച്ചയെക്കുറിച്ച്, പൂച്ചയുടെ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചു. വഅജബ ലിശഅനിഹ വഅഖൂൽ, അവളുടെ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ പറയാൻ തുടങ്ങി, ലൈത ശൈരി ഹൽ തഫ്ഹമു ഹാദിഹിൽ ഹിറ മാനൽ ഹുർരിയ്യ, ഈ പൂച്ചക്കെങ്ങാനും സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അറിയുമോ? കാരണം എന്താ? ഫഹിയ തഹ്സനു ലിഫിഖദാനിഹ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ അത് ദുഃഖിക്കുന്നു. വതഫ്റഹു ബിലഖിയാഹ, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സന്തോഷിക്കുന്നു. അജൽ, അതെ. ഇന്നഹ തഫ്ഹമു മഅനൽ ഹുർരിയ്യ ഹഖൽ ഫഹം, പൂച്ചക്ക് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥങ്ങൾ അറിയാം. വമാ കാന ഹുസ്നുഹ വബുകാഉഹ വഇംസാകുഹ അനിത് തആമി വശറാബി ഇല്ലാ മിൻ അജ്ലിഹ, അതിൻ്റെ ദുഃഖങ്ങളും കരച്ചിലുകളും ഒക്കെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലാതെ അല്ല, എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയായിരുന്നു. വമാ കാന തളറുഹ വറജാഉഹ വതൻസൗഹ വഇൽഹാഉഹ ഇല്ലാ സഅയം വറാ ബുലൂഇഹ, എന്നെ തലോടിയതും അടുത്തു നിന്നതും അത് ആംഗ്യം കാണിച്ചതുമെല്ലാം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു.
വഹുന ദക്കർത്തു അന്ന കസീറൻ മിൻ അസ്റൽ ഇസ്തിബ്ദാദ് മിൻ ബലിൽ ഇൻസാൻ. പിന്നെ ഞാൻ എങ്ങനെ ആലോചിച്ചു നോക്കി, അന്ന മിൻ അസ്റൽ ഇസ്തിബ്ദാദ്, ഓരോ ഓട്ടോക്രസികളുടെ ഒരുപാട് മനുഷ്യന്മാർ അവരുടെ ആധിപത്യത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ലാ യശ്ഉറൂന ബിമാ തശ്ഉറു ബിഹിൽ ഹിർറ അൽ മഹ്ബൂസ, തടഞ്ഞു വെക്കപ്പെട്ട ഈ പൂച്ചക്കറിയുന്ന അത്ര പോലും സ്വാതന്ത്ര്യത്തെ അവര് അറിയുന്നില്ല. ഫിൽ ഖുർഫ, മുറിയിൽ തടഞ്ഞു വെക്കപ്പെട്ട. വൽ വഹ്ഷുൽ മുഅത്തഖൽ ഫിൽ ഖഫസ്, കൂട്ടിലടക്കപ്പെട്ട കാട്ടുമൃഗം. വത്തൈറുൽ മഖ്സൂസുൽ ജനാഹി മിൻ അലമിൽ അസ്രി വശഖായിഹി, കൂട്ടിലടക്കപ്പെട്ട് ബന്ധിതയായ പക്ഷി. ബൽ റുബ്ബമാ കാന ബൈനഹും മിൻ യുഫക്കിറു ഫി വജ്ഹത്തിൽ ഖലാസ്, അവരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മനുഷ്യന്മാർ അവർ ചിന്തിച്ചു കൂട്ടിയ കുറെ ബന്ധനങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. അവരെന്നും ആ ബന്ധനം, ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ ബന്ധനം, പക്ഷെ അല്ലെങ്കിൽ അവരുടെ ആദർശത്തിന്റെ ബന്ധനം, അല്ലെങ്കിൽ കുടുംബപരമായ ബന്ധനം, അങ്ങനെ പല ബന്ധനങ്ങളും, അത് പോസിറ്റീവാകും നെഗറ്റീവാകും. മൊത്തത്തിൽ പലരും ആ ബന്ധനത്തുള്ളിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ മൃഗങ്ങൾ, പക്ഷികൾ, ഇവരൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ബൽ റുബ്ബമാ ബൈനഹും മൻ യതമന്നൽ ബഖാ ഫി ഹാദ സിജ്ൻ വയഅനസു ബിഹി വയതലദ്ദു ബിആലാമിഹി വസ്ഖാമിഹി. ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ കൂട്ടിൽ തുടരാനും വേദന സഹിക്കാനും ഇഷ്ടപ്പെടുന്നവരുണ്ടായേക്കാം. യൽഹഖു ത്വയ്റു ഫിൽ ജവ്വി വയസ്ബഹു സമഖു ഫിൽ ബഹർ, പക്ഷി അന്തരീക്ഷത്തിൽ അലയും, മത്സ്യം കടലിൽ നീന്തിത്തുടിക്കും. വയുഹീമുൽ വഹ്ഷു ഫിൽ ഔദിയത്തി വൽ ജിബാൽ, കാട്ടുമൃഗങ്ങൾ താഴ്വരകളിലും പർവ്വതങ്ങളിലും ചുറ്റിത്തിരിയും. വയഈഷുൽ ഇൻസാൻ റഹീനൽ മഹ്ബസൈൻ, മനുഷ്യൻ ജീവിക്കും ഇരുഗൃഹങ്ങളുടെ ബന്ധസ്ഥനായിട്ട്. റഹീനുൽ മഹബസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബന്ധനങ്ങൾക്കുള്ളിൽ. എന്തൊക്കെയാണ്? മഹബസു നഫ്സി, അവൻ ചിന്തിച്ചു കൂട്ടിയ ബന്ധനങ്ങൾ. അവൻ ചിന്തിച്ചു കൂട്ടിയ മനുഷ്യനെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള. വമഹബസു ഹുക്കൂമത്തി, പിന്നെ ഭരണകൂടം ഉണ്ടാവും. ആ രീതിയിൽ പോകരുത്, ഈ രീതിയിൽ പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. എങ്ങനെയാലും മിനൽ മഹ്ദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, അല്ലെങ്കിൽ ലഹദ് എന്ന് തന്നെ ഖബറിന്റെ വേറെ പദമാണ്, വേറെ രീതിയിലുള്ള ഖബറാണ്. എങ്ങനെയാലും തൊട്ടിൽ മുതൽ ചുടല വരെ എന്ന് അർത്ഥമാക്കാം. അപ്പൊ ഏതായാലും ജനിച്ച മുതൽ മരിക്കണ വരെ മനുഷ്യൻ ഇങ്ങനെ ഭരണകൂടം പറഞ്ഞിട്ടുണ്ടാവും ആ രീതിയിൽ ജീവിക്കരുത്, ഈ രീതി, അതനുസരിക്കും. പിന്നെ അവനെങ്ങനെ തോന്നും, ഞാൻ ഇങ്ങനെ ചെയ്താൽ മോശമാണ്. ചില ആളുകൾ പറയും ആ ഭക്ഷണം എനിക്ക് പറ്റൂല, ഈ ഭക്ഷണം എനിക്ക് പറ്റൂല എന്നൊക്കെ വെറുതെ അങ്ങനെ പറയും. അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ ചെയ്യൂല, ഈ രീതിയിൽ ചെയ്യൂല, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ സാമൂഹികമായ വ്യക്തിപരമായ കുറെ കാര്യങ്ങളിൽ അവൻ പാലിച്ചു പോരുന്നു. നിഷ്കർഷ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷേ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് അറിയാതെ ഇങ്ങനെ ജീവിച്ചു പോവും. ഏതായാലും സനഅൽ ഇൻസാനു അൽ ഖവിയ്യു ലിൽ ഇൻസാനി ളഈഫി സലാസില വഗ്ലാലൻ, അതിശക്തനായ മനുഷ്യൻ അതിബലഹീനനായ മനുഷ്യന് ഒരുപാട് ചങ്ങലകൾ സൃഷ്ടിച്ചു. വസമ്മഹ താറത്തൻ നാമൂസ, ആ ചങ്ങലയുടെ പേര് ചിലപ്പോൾ ആചാരം എന്നായിരിക്കാം. വഉഖ്റ ഖാനൂന, ചിലപ്പോൾ അതിൻ്റെ പേര് നിയമം എന്നായിരിക്കാം. ലിയുളിമഹു ബിസ്മിൽ അദ്ൽ, നീതിയുടെ പേര് പറഞ്ഞ് അവനെ ആക്രമിക്കാൻ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ അംഗീകരിച്ചോളന്നില്ല. നമ്മളൊരു രചന വായിക്കുക, ഈജിപ്തുകാരനായ ഒരു എഴുത്തുകാരൻ എഴുതിയ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാത്രം, അഭിപ്രായങ്ങൾ മാത്രം. നിയമങ്ങളൊക്കെ മനുഷ്യൻ അംഗീകരിക്കാനുള്ളതാണ്, നിയമങ്ങളൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് വേറെ വിഷയം. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഓരോ നിയമങ്ങളുടെ ബന്ധനസ്ഥനായിട്ട്, പിന്നെ നാമൂസ്, ആചാരങ്ങളുടെ ബന്ധസ്ഥനായിട്ട്. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ചില റിച്വൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് കാണാവുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഇവിടെ പറയുന്നത് ലിയദ്ലിമഹു ബിസ്മിൽ അദ്ൽ, നീതിയുടെ പേരിൽ ആക്രമിക്കാൻ. വയസ്ലുബ മിൻഹു ജൗഹറ തഹ്രിയത്തി ബിസ്മിൻ നാമൂസ് വൻ നിലാം, സിസ്റ്റം എന്ന പേര് പറഞ്ഞിട്ടും ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞിട്ടും മനുഷ്യൽ നിന്ന് സ്വാതന്ത്ര്യം എടുത്തു കളയുകയാണ് ഒക്കെ ചെയ്യുന്നത്. സനാലഹു ആദിഹിൽ ആലത്തുൽ മുഖീഫ വതറക്കഹു ഖലഖൻ ഹിദ്റൻ മർവൽ ഖൽബ്, ഈ നിയമങ്ങൾ ഇങ്ങനെ പേടിച്ചിങ്ങനെ ജീവിക്കും. മുർത്തൈദൽ ഫറായിലി യുഖീമു മിൻ നഫ്സിഹി അലാ നഫ്സി ഹറാസൻ തുറാഖിബു ഹറകാത യദിഹി, കൈകാലുകളുടെ ചലനങ്ങൾ സ്വന്തം നിരീക്ഷിച്ച് ഈ നിരീക്ഷണത്തിലൂടെ ഇങ്ങനെ കടന്നു പോകും. വഹുതുവാതി റിജ്ലൈഹി, കൈകാലുകൾ ചലനം, നാവിന്റെ ചലനം. മനുഷ്യൻ ഓരോന്ന് ചെയ്യുമ്പോൾ അത് പറയരുത്, ആ വാക്ക് പറയരുത്, ഈ വാക്ക് പറയരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പ്രയോഗിക്കരുത്, അങ്ങനെ കൈ പൊക്കരുത്, ഇങ്ങനെ കൈ താഴ്ത്തരുത്, വലത്തോട്ട് തുപ്പരുത്, ഇടത്തോട്ട് ചെരിയരുത്, ഇങ്ങനെ കുറേ നിയമങ്ങൾ.
ഫവൈലുല്ലഹു മാ അഖ്സറ ജലഹു, എന്തൊരു വിഡ്ഢിയാണ് മനുഷ്യൻ. വവൈഹുല്ലഹു മാ അഷദ്ദ ഹംഖുഹു, അവൻ്റെ വിഡ്ഢിത്തം എത്ര ശക്തം. വഹൽ യൂജദു ഫിദ്ദുന്യ അദാബുൻ അക്ബറു മിൻ അദാബിൽ ലദി യുആരിജുഹു, ഈ മനുഷ്യൻ അനുഭവിക്കുന്ന അക്രമത്തെക്കാൾ വലിയ അക്രമമുണ്ടോ? ഔ സിജ്നുൻ അളിയഖ മിന സിജിൽ ലദി ഹുവ ഫീ, അവൻ സ്വന്തം സൃഷ്ടിച്ച ബന്ധനത്തേക്കാൾ വലിയ ബന്ധനമുണ്ടോ? ഖലീൽ ജിബ്രാൻ ചോദിക്കുന്നുണ്ട്, മനുഷ്യന്മാർ സ്വന്തം മനസ്സിൽ കെട്ടിച്ചമച്ച് തീർത്തുണ്ടാക്കിയ ബന്ധനത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും. സ്വയം ഒരാൾ ബന്ധനം തീർത്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ലൈസത്ത് ജിനായത്തുൽ മുസ്തബിദ്ദി അലാ അസിരി അന്നഹു സൽബഹു ഹുർരിയതഹു വൽ ജനായത്തുൽ കുബ്ര അലൈഹി അന്നഹു അഫ്സദ അലൈഹി വിജ്ദാനോ, ഒരു യജമാനൻ തൻ്റെ അടിമയാക്കി തുടർത്തുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എന്ന് മാത്രമല്ല, അവൻ്റെ ഒരു ഉണ്മ, അവൻ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ആ ഉണ്മയെപ്പോലും, അവൻ ഉണ്ടായതിനെപ്പോലും നശിപ്പിച്ചതുപോലെയാണ്. ലൗ അറഫൽ ഇൻസാനു ഖീമത ഹുരിയതിൽ മസ്ലൂബ മിൻഹു, ഒരു മനുഷ്യൻ അറിയുമായിരുന്നെങ്കിൽ അവനിൽ നിന്ന് വലിച്ചൂരപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വില. വഅദ്റക ഹഖീഖത മാ യുഹീതു ബിസ്മിഹി വഖല മിൻ അസ്സലാസിൽ വൽ ഖുയൂദ്, ബുദ്ധിയെയും തൻ്റെ ഇടത്തെയും ചങ്ങലക്കിട്ട അവസ്ഥ അവൻ അറിയുമായിരുന്നെങ്കിൽ ലൻ തഹറക മാ യൻതഹിറുൽ ബുൽബുലു ഇദാ ഹബസഹു സയ്യാതു ഫിൽ ഖബസ്, അവനെ സ്വയം വെന്തുരുകി മരിക്കുമായിരുന്നു ഖഫസിൽ പിടിച്ചിട്ട വേട്ടക്കാരൻ പിടിച്ചിട്ട ബുൽബുലിനെ പോലെ. മക്കാന ദാലിക ഖൈറൻ ലഹു മിൻ ഹയാത്തിൻ ലാ യറാ ഫിഹാ ശഅഅൻ മിൻ നശിഅത്തിൽ ഹുരിയ്യ, സ്വാതന്ത്ര്യത്തിൻ്റെ കണിക പ്രകാശം കാണാതെ, സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം കാണാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ ആത്മഹത്യ ചെയ്യലാണ്, സ്വയം മരിച്ചു പോയലാണ്. കാനഫി വമ്പുദൻ, മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. കാരണം എന്താ? വലാ തഖ്ലുസു ഇലൈഹി നസമതൻ മിൻ നസമാതിഹ കാനഫി മബ്ദഇ ഖൽഖിഹി യംശി ഉരിയാനൻ, മനുഷ്യർ ആദ്യം നഗ്നരായിട്ടാണ് നടന്നിരുന്നത്. ഔ യൽബസു ലിബാസൻ വാസിൻ യുഷ്ബിഹു യകൂന ളില്ലതൻ തഖീഹു ലിഫതൽ റംളാ ഔ ഹിബതൻ നക്ബാ ഫവളഹു ഫിൽ ഖിമാത് കമാ യളൗന തിബ്, വലിയ വിശാലമായ വസ്ത്രങ്ങൾ ധരിച്ച് പിന്നീട് നടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ച ആളെ പോലും കഫൻ ചെയ്യുന്നത് വേറെ രീതിയിലുള്ള വസ്ത്രത്തിൽ. ഹാക്കഥാ നിലാമുൽ നസിയ, ഇങ്ങനെ വസ്ത്രത്തിൻ്റെ, ചെറിയ കുട്ടികൾക്കൊരു വസ്ത്രം, വലിയ ആൾക്കൊരു വസ്ത്രം, ആണുങ്ങൾക്കൊരു വസ്ത്രം, പെണ്ണുങ്ങൾക്കൊരു വസ്ത്രം, ഈ വസ്ത്രത്തിലൊരു സിസ്റ്റം പിന്നെ വന്നു. കാനയൊരു വയസ്സറബുക്കുല്ല മാതസ്തീഹി നഫ്സഹു, അപ്പം മനുഷ്യന്മാരാദ്യം വസ്ത്രം പോലെ ആവശ്യം ചെയ്യുന്നു. അപ്പോൾ ഇന്നത് ധരിക്കണം, ഇന്നത് ധരിക്കരുത് എന്നുള്ളൊക്കെ സിസ്റ്റം വന്നു. ഭക്ഷണത്തിൻ്റെ കാര്യം പറയണം, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതരുത്. അപ്പോൾ അത് പിന്നെ ഭരണകൂടം വന്നപ്പോൾ പറഞ്ഞു ആ ഭക്ഷണം കഴിക്കരുത്, ഈ ഭക്ഷണം കഴിക്കരുത്, നിയമം ഭരണകൂടം പറയുന്നത് കഴിക്കണം, പറയുന്നത് കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പല വിഷയങ്ങൾ വന്നു. ചില മൃഗങ്ങളുടേത് കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്നു. ലാ സബീല ഇല സഅദ ഫിൽ ഹയാത്ത്, ഇതൊക്കെ ഈ എഴുത്തുകാരൻ്റെ ഒരു മാത്രമാണ്. ലാ സബീല ഇല സഅദ ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ സന്തോഷത്തിന് വഴിയില്ല. ഇദാ ആശൽ ഇൻസാന ഫിഹാ ഹുറൻ മുത്ലഖ, മനുഷ്യന് സ്വതന്ത്രമായി ജീവിച്ചുകൂടെ. ലാ യുസൈത്തുറു അലാ ജിസ്മിഹി വഅഖലിഹി വനഫ്സിഹി വവിജ്ദാനിഹി വഫിക്രിഹി മുസൈത്തുറൻ ഇല്ലാ അദബുൻ നഫ്സ്, സ്വന്തം മനസ്സ് പറയുന്നത് അങ്ങനെ അനുസരിച്ച് ജീവിക്കുക, അല്ലാതെ ഭരണകൂടം പറയുന്നത് അല്ലെങ്കിൽ മറ്റു പറയുന്നതൊക്കെ ജീവിക്കുമ്പോൾ ഒരു ബന്ധനസ്ഥനാവൂലേ എന്നാണ് എഴുത്തുകാരൻ ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. കാരണം എന്താ? ഒരു നിയമവ്യവസ്ഥ, ഒരു രാഷ്ട്രമാകുമ്പോൾ ആ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴാണ്, അവിടുത്തെ ഭരണകൂടം പറയുന്ന നിയമങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള യഥാർത്ഥ അവകാശമുള്ളത്. അല്ലെങ്കിൽ ആ രാജ്യം വിട്ടു പോവല്ലേ വേണ്ടത്. കാരണം ഒരു വീടാകുമ്പോൾ ആ വീട്ടുടമസ്ഥന് അല്ലെങ്കിൽ ആ ഗൃഹനാഥന് ആ വീട്ടിൻ്റെ സുഗമമായ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. അത് വേറെ വിഷയം. അൽഹുരിയത്തു ഷംസുൻ യജിബു അൻ തുശ്രിക ഫീ കുല്ലി നഫ്സ്, അങ്ങനെ പറഞ്ഞു പോരാണ് ഈ സ്വാതന്ത്ര്യം മനുഷ്യന് എല്ലാവർക്കും വേണം. അൽഹുരിയത്തു ഹിയൽ ഹയാത്ത് വലൗലാഹാ ലകാനത് ഹയാത്തുൽ ഇൻസാനി അശ്ബഹ ഷൈഇൻ ബി ഹയാത്തുൽ ലഖബിൽ മുതഹരിക ഫീ അജ്ലി അത്ഫാൽ ബിഹർകത്തിൻ സിനാഇയ്യ. അപ്പോൾ സ്വാതന്ത്ര്യമില്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ കിട്ടിയ കളിപ്പാട്ട പോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സ്വതന്ത്ര ചിന്ത നമ്മുടെ മുസ്തഫ ലത്തീഫ് അൽ മുൻഫലൂത്തി ഈജിപ്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് സംസാരിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു പാഠഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത്. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.